അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അള്ളാഹ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അല്ലേ. അള്ളാഹു നമുക്കൊക്കെ ആരോഗ്യവും രോഗമില്ലാത്ത നല്ല ആരോഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. സാമ്പത്തികമായിട്ട് ചില ആളുകൾ പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ വലിയ സങ്കടമാണല്ലേ. ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നൊരു അമല്, ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദെ ഞാൻ എന്ത് ചെയ്താലും ഒരു വിജയത്തിൻ്റെ വഴി കാണാറില്ല, ഞാൻ ആഗ്രഹിച്ചതൊന്നും നടക്കാറില്ല, ഞാൻ എന്ത് ചെയ്താലും അത് പരാജയത്തിലാണ്. ഒരു കട തുറന്നു, അത് പൂട്ടിപ്പോയി. ഒരു ബിസിനസ് തുടങ്ങി, അത് പരാജയത്തിലാണ്. ഞാൻ വീട് പണി തുടങ്ങി വെച്ചിട്ട് പൂർത്തിയായിട്ടില്ല. മക്കൾ ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. മക്കൾ പഠിക്കുന്നുണ്ട്, പഠനം പൂർത്തിയായിട്ടില്ല. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടോ അതിലൊക്കെ വേവലാതി പറയുന്ന ആളുകൾ ഒരുപാടുണ്ട്. എന്ത് ചെയ്താലും പരാതിയാണ്. അവർ എന്ത് ചെയ്തിട്ടും എന്താകുന്നില്ല, ഒരു മാറ്റം കിട്ടുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. മനസ്സറിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഹൈറിൻ്റെ വാതിൽ തുറക്കാൻ വേണ്ടി, ഒരു റഹ്മത്തിൻ്റെ വാതിൽ അള്ളാഹു തുറന്നു തരാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമൽ. പരാജയങ്ങൾ എന്തോ ആയിക്കോട്ടെ, കല്യാണക്കാരിയായിക്കോട്ടെ, ജോലി സംബന്ധമായ വിഷയമായിക്കോട്ടെ, കടങ്ങളായിക്കോട്ടെ, ഈ ഭൂമിയിൽ ഈ ആകാശഭൂമി ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കവാടം തുറന്ന് നല്ല ഒരു റാഹത്തുള്ള ജീവിതം നമുക്ക് ലഭിക്കാൻ, ജീവിതത്തിൽ ഒരു മാറ്റം ലഭിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമൽ, അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത്. ആർക്കും ചെയ്യാം, എങ്ങനെയും ചെയ്യാം, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന അമലാണ്. ഇൻഷാ അല്ലാഹ് ഈ അമലുകൾ കാണുന്നവരും ചെയ്യുന്നവർക്കൊക്കെ അള്ളാഹു അതിൻ്റേതായ പ്രതിഫലം നൽകട്ടെ. അമലുകൾ ഒരുപാട് പറഞ്ഞു തരാൻ അള്ളാഹു ആരോഗ്യവും ആയുസ്സും തരട്ടെ. ഇതൊക്കെ കേട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് അള്ളാഹു അതിൻ്റേതായ പ്രതിഫലം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അമൽ പറഞ്ഞു തരാം. ഈ അമൽ നമുക്ക് തുടങ്ങേണ്ടത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. ചില അമൽ നമ്മൾ പറയുമ്പോൾ ദിവസം പ്രത്യേകം പറഞ്ഞു കൊടുക്കും, ഇന്ന ദിവസം ചെയ്യണം, ഇന്ന ദിവസം ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇന്ന് ഈ അമൽ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ തുടങ്ങുമ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുക, സാധാരണ പോലെ തന്നെ ഖളാഹുൽ ഹാജത്ത് നിസ്കരിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, പഠിച്ചോനെ ഞാൻ ഈ അമൽ കണ്ടിട്ട് എൻ്റെ ജീവിതത്തിൽ വലിയ ഒരാഗ്രഹം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് തീരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അമൽ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കൊരു മാറ്റം വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ഖാലിഖായ റബ്ബിനോട് ദുആ ചെയ്തിട്ട് നിങ്ങൾ ഈ അമൽ ചെയ്യാൻ തുടങ്ങണം. നമ്മൾ ഏത് അമൽ പറയുമ്പോഴും അതിനടിയിൽ വന്ന് ചില ആളുകൾ കമൻ്റ് ഇടാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഇന്നലെ മിനിഞ്ഞാന്നിട്ട വീഡിയോക്ക് ഒരു കമൻറ്റ് ഞാൻ കണ്ടു. പുതിയ പടച്ചോൻ ഇറങ്ങിയിട്ടുണ്ട്, ഇവനാണ് പുതിയ പടച്ചോൻ. ഇനിയിപ്പോൾ എല്ലാവരും വിഷമങ്ങളൊക്കെ ഇവനോട് പറഞ്ഞാൽ മതി എന്നോട്. മിനിങ്ങളെ, എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ പറയണം, ഏതെങ്കിലും ഒരു അമൽ ഞാൻ ഇന്ന ആളോട് പറഞ്ഞാൽ മതി, ഇന്നതുപോലെ ചെയ്താൽ മതി എന്ന് ഒരാളെ ഏൽപ്പിക്കാൻ ഞാൻ പറയാറുണ്ടോ? ഏത് അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴും അള്ളാഹുവിൽ തവക്കൽ ചെയ്തിട്ട്, പടച്ചോനോട് സുജൂദിൽ കിടന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്തിട്ട്, അല്ലേ? അങ്ങനെ തന്നെയല്ലേ ഞാൻ പറഞ്ഞു തരാറുള്ളത്. ഒരമൽ, ഇനിയിപ്പോൾ ഒരു കടം വീടാനുള്ളൊരു അമൽ പറയുകയാണെങ്കിൽ ഞാൻ എന്താ പറയുക, ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഈ ആയത്തിൻ്റെ ബർക്കത്തുകൊണ്ട്, ഈ ഇസ്മിൻ്റെ ബർക്കത്തുകൊണ്ട് പടച്ചോനെ ഞങ്ങളെ കടങ്ങൾ വീട്ടി തരണേ. നമ്മൾ എന്ത് അമൽ ചെയ്താലും ലാസ്റ്റ് നമ്മൾ പോണത് എവിടുക്കുക? അള്ളാഹിനോട് പറയണോടത്തേക്ക്, അല്ലേ? ഇങ്ങനെയൊക്കെ നമ്മളെ വീഡിയോസിൽ, എല്ലാ വീഡിയോസിലും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാനാണ്. നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സമാധാനത്തിന് ചെയ്യുമ്പോഴും അവസാനം നമ്മൾ ചോദിക്കുന്നത് ഖാലിഖായ റബ്ബിനോടാണ്. അപ്പോൾ ആളുകൾ വീഡിയോസും ചിലപ്പോൾ ഫുള്ള് കാണൂല. എന്നിട്ട് ചില ആളുകൾ കമൻ്റ് ഇടും, എന്ത്, ഇവനാണ് പുതിയ പടച്ചോന്, ഇവനോട് ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ, ഈമാൻ കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഈ അമൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക? ഖളാഹുൽ ഹാജത്ത് നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിച്ച് വെള്ളിയാഴ്ച ദിവസം മനമുരുകി അള്ളാഹുവിനോട് പറയാം, പടച്ചോനെ വലിയ വിഷമത്തിലാണ്, സങ്കടത്തിലാണ്, ഈ ചെയ്യുന്ന അമലിൻ്റെ ബർക്കത്തുകൊണ്ട്, ഈ ഓതുന്ന ഖുർആനിൻ്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ കാര്യങ്ങൾ സലാമത്താക്കി തരണേ അള്ളാഹ് എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പറയാം. എന്നിട്ട് അമൽ ചെയ്യാനിരിക്കുക. ഇതിന് നമുക്ക് നല്ല ഒരു വെള്ള പേപ്പർ, A4ൻ്റെ ഒരു പേപ്പർ, ആരോ ഒന്ന് തുമ്മിയതാണ്, പേടിക്കണ്ട.
ഒരു വെള്ള A4 പേപ്പർ, അതേപോലെ തന്നെ ഒരു കറുപ്പ് മഷിപ്പെന്ന്, ഇത് നമുക്ക് വേണം. ആദ്യമായിട്ട് സൂറത്തുൽ ഫത്ത്ഹ് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന് തുടങ്ങുന്ന ആയത്ത് സൂറത്തുൽ ഫത്ത്ഹ് എല്ലാവർക്കും അറിയാം. ഈ സൂറത്ത് ഒരു തവണ ഓതുക. ഒറ്റ തവണ ഓതിയാൽ മതി, പിന്നെ നിങ്ങൾ ഓതേണ്ട ആവശ്യമില്ല. ഒറ്റ തവണ ഓതി തുടക്കം കുറിക്കുക. അവിടെ നിന്ന് അങ്ങോട്ട് 40 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നിരിക്കൽ സുബഹിക്ക് ശേഷം 40 ദിവസം മുടങ്ങാതെ 40 തവണ ഈ ആയത്ത് ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് നിങ്ങൾ മുടങ്ങാതെ 40 ദിവസം എന്ത് ചെയ്യുക, ഓതുക. അപ്പോൾ ചില ആളുകൾ, പെണ്ണുങ്ങൾ ചോദിക്കും, ഉസ്താദേ ഞങ്ങൾക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങൾ അവിടെ നിർത്തി വെച്ചോ, പീരീഡ്സ് കഴിഞ്ഞിട്ട് ബാക്കി ദിവസം എണ്ണം പിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതിന് സംശയത്തിന് മറുപടി ആയല്ലോ. രണ്ടാമത്തെ കാര്യം, ചില ആളുകൾ ചോദിക്കും, ഉസ്താദേ നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും, മറ്റൊരാൾ ആവശ്യത്തിന് വേണ്ടി ഇത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കും. അതൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ നിയ്യത്ത് പോലെയാണ്. നിങ്ങൾ ആർക്ക് വേണ്ടി ചെയ്താലും, നിങ്ങൾ നിങ്ങൾക്ക് ചെയ്താലും മറ്റുള്ളവർക്ക് ചെയ്താലും ഫലം തരുന്നവൻ റബ്ബാണ്. അള്ളാഹ് നിങ്ങളെ ഹൃദയത്തേക്കാണ് നോക്കുക. നിങ്ങളെ ഹൃദയം നന്നാക്കി അള്ളാഹിനോട് ദുആ ചെയ്ത് നിങ്ങൾ ആർക്ക് വേണ്ടി ചെയ്താലും എല്ലാ അമലും എന്ത് ചെയ്യും, ഫലം കിട്ടും. അപ്പം നമ്മൾ ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്നുള്ള ആയത്ത് 40 ദിവസം മുടങ്ങാതെ 40 തവണ സുബഹിക്ക് ശേഷം ഓതുന്നു. തുടങ്ങുന്നത് വെള്ളിയാഴ്ചയാണ്. സൂറത്തുൽ ഫത്ത്ഹ് ഫുള്ള് ഓതിയതിന് ശേഷം പിറ്റേന്ന് മുതൽ തുടങ്ങിയാൽ മതി. അത് തുടങ്ങുന്ന ദിവസം തന്നെ വെള്ളിയാഴ്ച ഒരു വെള്ള പേപ്പറിൽ എന്ത് ചെയ്യുക, യാ ഫത്താഹു യാ അള്ളാഹ്, ആ ഇസ്മ എന്ത് ചെയ്യുക, ഒരു 111 തവണ ഒന്ന് എഴുതുക. ഒറ്റക്ഷരത്തിൽ എഴുതിയാലും മതി. ഇനിയിപ്പോൾ ഒറ്റക്ഷരം അറിയാം, കുറേ ആളുകളുണ്ട് ഉസ്താദെ ഒറ്റക്ഷരം എങ്ങനെ എഴുതാമെന്നൊന്ന് കാണിച്ചു തരുമെന്ന് പറഞ്ഞവരുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് അറിയുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ എഴുതാം. യാ ഫത്താഹു യാ അള്ളാഹ് എന്ന് 111 തവണ ഒരു പേപ്പറിൽ ചെറുതാക്കി 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 എഴുതിയിട്ട് ആ പേപ്പർ നന്നായിട്ട് മടക്കിയിട്ട് പോക്കറ്റിൽ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊന്ന് വെക്കി, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത്, തടസ്സം തോന്നുന്ന വീട്ടിൽ, എവിടെയാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അവിടെ നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. അത് നല്ല രീതിയിൽ നിന്ന് എഴുതി വൃത്തിയിൽ ബിസ്മിയിൽ ഒന്ന് എഴുതി വെക്കുക നിങ്ങൾ ഇൻഷാ അള്ളാ. അത് കയ്യിൽ കരുതിക്കൊള്ളൊരു 40 ദിവസം ഇൻഷാ അള്ളാ. ഞാൻ ഈ പറയുന്ന അമലും 40 ദിവസം ചെയ്യാം. എന്നിട്ട് നിങ്ങളൊന്ന് നോക്കൂ, നിങ്ങളുടെ ആ ഒരു പ്രശ്നം എന്താണോ, നിങ്ങളുടെ അടഞ്ഞു കിടക്കുന്ന പ്രയാസം, എല്ലാ വിഷയത്തിലും സങ്കടവും കഷ്ടപ്പാടും പറയുന്ന ആളുകൾ, നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുകയാണെ എന്തെങ്കിലും ജീവിതത്തിലൊരു മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത് നോക്കി നിങ്ങൾ ഇൻഷാ അള്ളാ. ഈ അമൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ പ്രയാസം എന്താണോ എന്ന് എനിക്കറിയില്ല, എന്താണെങ്കിലും അള്ളാൻ്റെ മുന്നിൽ അത് ഇതാ ഒരു ചെറിയ കടുക് മണിയോളം വലുപ്പം ഉണ്ടാവുള്ളൂ, അത്രയും ഉണ്ടാവില്ല നമ്മുടെ പ്രയാസങ്ങൾക്കൊക്കെ. അള്ളാഹു തീർത്ത് തരും ഇൻഷാ അള്ളാ. നിങ്ങളെ പ്രയാസം മുഴുവൻ പടച്ച റബ്ബ് തീർത്ത് തരും. ആത്മാർത്ഥമായി നമുക്കൊക്കെ ഒരുമിച്ച് ദുആ ചെയ്യാം ഇൻഷാ അള്ളാ. ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സാധിപ്പിച്ച് തരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരട്ടെ. നമ്മുടെ എല്ലാ ബിസിനസ്സിലും കച്ചവടത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ ഇൻഷാ അള്ളാ. ഈ ഒരു അമൽ ചെയ്ത് നോക്കിയിട്ട് ഇൻഷാ അള്ളാ 40 ദിവസം കൊണ്ട് നിങ്ങൾ റിസൾട്ട് ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ എങ്ങനെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഇന്നത്തെ കോസ്റ്റ്യൂം നോക്കണ്ട, ഞാൻ വേറൊരു സ്ഥലത്താണ്, പക്ഷേ വീഡിയോ ഇടാൻ തോന്നിയപ്പോൾ കോലൊന്നും നോക്കിയില്ല, അങ്ങനെ വന്നതാണ്.